ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൂരിയുടെ കൂടെ കഴിക്കുന്ന ബാജിയുടെ റെസിപ്പി ആയിട്ടാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഈ ബാജി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി കൊടുക്കാം. ശേഷം 3/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ വീതം ഉഴുന്നുപരിപ്പും അതുപോലെ തന്നെ കടലപ്പരിപ്പുമാണ്. ഒന്നങ്ങ് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 4 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റാം. ശേഷം ഇതിലേക്ക് 1 സവോള, 3 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. കളർ ചേഞ്ച് ആവാൻ നിൽക്കണ്ട, ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ മതി. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മല്ലിയിലയാണ്. ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മല്ലിയില ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.